ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മലയാളി പുളിയാള. ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പി സിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ക്രീൻ റെക്കോർഡറായിട്ടാണ് വന്നിരിക്കുന്നത്. ഗെയിമേഴ്സിനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സ്ക്രീൻ റെക്കോർഡറാണ്. ഇതിൽ ലാഗും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല ഗൈസ്. ഒരു അടിപ്പൻ സ്ക്രീൻ റെക്കോർഡറാണ്. പിന്നെ ഇത് ഫ്രീ ആണ്, പ്രീ ആക്ടിവേറ്റഡ് ആണ്. വളരെ നല്ലൊരു സ്ക്രീൻ റെക്കോർഡറാണ്. ഇതിൻ്റെ പേര് ഫിൽമോറ സ്ക്രീൻ എന്നാണ്, വണ്ടർഷെയർ ഫിൽമോറയുടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ എങ്ങനെയാണ് ഗെറ്റ് PC നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി ആ സൈറ്റ് എടുത്തിട്ട് ഗെറ്റ് PC സൈറ്റ് എടുത്തിട്ട് ഞാൻ ഫിൽമോറ സ്ക്രീൻ ഇവിടെ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിൽമോറ സ്ക്രീൻ വന്നിട്ടുണ്ട്. ഈ ആദ്യത്തെ തന്നെയാണ് ഫിൽമോറ സ്ക്രീൻ. അപ്പോൾ അത് എടുക്കുക. അപ്പോൾ അത് എടുത്തിട്ട് ഇവിടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് റാം എന്തോരം വേണമെന്നും എല്ലാം കൊടുത്തിട്ടുണ്ട് ഗൈസ്. വെറും 90 MB ആണ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ഡൗൺലോഡ് പിടിച്ച് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറൊരു ഇൻ്റർഫേസിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ആ വീഡിയോയുടെ അടിയിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഗൈസ്. കണ്ടോ, ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നില്ല, എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ട്, ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത സാധനം എടുത്തിട്ടുണ്ട് ഗൈസ്. ഗെറ്റ് PC നമ്മൾ എക്സ്ട്രാക്റ്റ് കൊടുക്കണം. അപ്പോൾ നമ്മളത് എക്സ്ട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എക്സ്ട്രാക്റ്റ് ഇത് ഇവിടെ വന്നിട്ടുണ്ട് മേളിൽ. കണ്ടോ, ഈ ഒരെണ്ണമാണ് എക്സ്ട്രാക്ട് ചെയ്ത് വന്നിട്ടുള്ളത്. അതെടുക്കുക. അതിൽ ഇതേ ഫിൽമോറ സ്ക്രീൻ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ, അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, യെസ് കൊടുക്കുക. ഓക്കെ ഗൈസ്, ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഗൈസ് മിനിമൈസ് ആയി കിടക്കുവാണ്. അപ്പോൾ ഞാനത് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ എന്താണ്, എൻ്റെ കയ്യിൽ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത് അൺഇൻസ്റ്റാൾ, അത് കളയണം എങ്കിലേ ഇത് ഇൻസ്റ്റാൾ ആവുള്ളൂ എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ അത് കളഞ്ഞു. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് വന്നു. അത് ഞാൻ അവരുടെ ടേംസൊക്കെ എഗ്രി കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഗൈസ് വെറും 90 MB ഉള്ളൂ. നല്ല സ്പീഡിൽ തന്നെ ഇത് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ജസ്റ്റ് കുറച്ച് നേരം. ഞാനിപ്പോൾ ഇത് ഓടിച്ചൊന്നും ഇടുന്നില്ല ഗൈസ്. എന്താണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്തേക്കുക. ഓക്കെ, ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്കൊന്ന് ലോഞ്ച് ചെയ്യാം. ബൈനോന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത് എന്താണ്, ഇതിൻ്റെ ലോഗോയും കാര്യങ്ങളും ഒന്നും നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിനൊന്നുമില്ല. ഫ്രീ ആണ് സാധനം കാണിക്കുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് വരും. ഇതിനകത്ത് എന്താണ്, സ്ക്രീൻ റെക്കോർഡ്, സ്ക്രീനിൻ്റെ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യേണ്ട എന്നാണ്, ഫുൾ സ്ക്രീൻ വേണോ, FPS എന്തോരം വേണം, പിന്നെ അടിയിലൊരു ഗെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ കാണിച്ചത്. അതിന് മുമ്പ് ഓഡിയോയുടെ ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. ഓഡിയോ ഓപ്ഷൻ നമുക്ക് എന്താണ്, മൈക്രോഫോൺ. ഇപ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ വോയിസ് ഓവറൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് PCയുടെ സൗണ്ട് മാത്രം മതി. അപ്പോൾ പിന്നെ ക്യാമറ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇപ്പോൾ ഞാനത് യൂസ് ചെയ്യുന്നില്ല. ഞാൻ ചുമ്മാ, നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഗെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മൾ ഗെയിം എടുത്തിട്ട് കാര്യമില്ല. നമ്മളൊരു ഗെയിം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഓണാക്കിയിടണം, അപ്പോഴേ ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു ഗെയിം ഇവിടെ ഓണാക്കിയിട്ടിട്ടുണ്ട് ഗൈസ്. ഇനി അപ്പോൾ ഞാൻ ഓഡിയോ ഒന്നും കൂടി സെറ്റ് ചെയ്യട്ടെ. എനിക്ക് എന്താണ്, സിസ്റ്റം സൗണ്ട് മാത്രം മതി. അപ്പോൾ ഞാൻ മൈക്രോഫോണിൻ്റെ സൗണ്ട് ഓഫ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഗെയിം സെലക്ട് ചെയ്തിട്ടു. എന്നിട്ട് നമുക്കിവിടെ ചൂസ് ചെയ്ത ഗെയിം കൊടുക്കുമ്പം സ്ലീപ്പിംഗ് ഡോഗ്സ് വന്നിട്ടുണ്ട് ഗൈസ്. ഞാനത് ബാക്ക്ഗ്രൗണ്ടിൽ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ കൊണ്ടോ FPS നമുക്കിതിനകത്ത് സെലക്ട് ചെയ്യാം. അതിനകത്ത് ഓട്ടോമാറ്റിക്കലി 60 FPS വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ സൈഡിൽ എന്നാണ്, വെബ് ക്യാമൊക്കെ നൈസ്, നമ്മുടെ ലൈവായിട്ടുള്ള വീഡിയോ ഒക്കെ കൊടുക്കണമെങ്കിൽ ആ ക്യാമറയും കൂടി ഓണാക്കി ഇടുക ഗൈസ്. എന്നിട്ട് നമ്മൾ ക്യാപ്ചർ കൊടുത്തിട്ട് ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ ഒരു 3 സെക്കൻഡ് വരും. നമുക്ക് ഷോർട്ട് കീ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് ഗെയിം ഓൺ ആവും ഗൈസ്. അപ്പോൾ ഗെയിമിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക് റെക്കോർഡ് ആവുന്നതാണ്.
കണ്ടോ ഗൈസ്, മറ്റുള്ള സ്ക്രീൻ റെക്കോർഡ് മിക്ക സ്ക്രീൻ റെക്കോർഡും നമ്മുടെ ഗെയിമൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല ലാഗാണ് ഗൈസ്. ഇതിനൊരു ലാഗ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഗൈസ്. എന്നിട്ട് നമുക്കത് ഇപ്പം ഇങ്ങനെ ഓപ്പൺ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് അതിൽ നിങ്ങളെ സോഫ്റ്റ്വെയർ ക്ലിക്ക് ചെയ്ത് പോസ് ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അവർ F10 അങ്ങാണ്ടൊക്കെ കാണിച്ചായിരുന്നു, അതിൽ പിടിച്ച് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. F10 പിടിച്ച് വയ്ക്കുക, സ്റ്റോപ്പ് ആവുന്നേ ഉള്ളൂ ഗൈസ്. അത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് ഓപ്പണായിട്ട് വരുന്നതാണ്. ഓപ്പണായി വരുമ്പോൾ നമുക്ക് കണ്ടോ ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്തെല്ലാം ഉണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഗോ കൊടുത്ത് ഇതിൻ്റെ തന്നെ ഒരു എഡിറ്ററുണ്ട്, ചുമ്മാ ഒരു എഡിറ്റിംഗ് എന്താ പറയുക, ഒരു എഡിറ്റിംഗ് ശാല പോലെ ഇതിന് തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് എഡിറ്റിംഗ് ഇൻ്റർഫേസ്. ഇതിനകത്തിട്ട് ബേസിക് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഗൈസ്, ബേസിക് ആയിട്ടുള്ള ഗൈസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോയിൽ എന്നുള്ളത്. ഗിവ് ഇറ്റ് അപ്പ് തംസ് അപ്പ് ആൻഡ് അഡാപ്റ്റ് ടു മീ ആൻഡ് ലെറ്റ്സ് സീ ലേറ്റർ. ഓക്കെ, ബൈ ബൈ.